മനസാക്ഷി നമ്മളിൽ രൂപപ്പെടുന്നതിൻ്റെ ലക്ഷ്യം തന്നെ കർമ്മഫലങ്ങൾ അനുഭവിക്കുക എന്നൊരൊറ്റ കാരണത്തിനാണ്. ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ആദ്യ പ്രാണനെടുക്കുന്നതോടെ നമ്മളത് മറന്നുപോകും. എന്ന് രത്നാകരൻ വാത്മീകിയായി മാറിയോ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കർമ്മഫലം തീർന്നു. കർമ്മഫലം രൂപപ്പെടുന്നത് മനസാക്ഷിയിലാണ്. നമ്മൾ അമ്മയുടെ ഉള്ളിൽ രൂപപ്പെട്ട് 7-ാം മാസത്തിലാണ് മനസ്സ് രൂപപ്പെടുന്നത്. അതേ സമയത്ത് മനസാക്ഷിയും രൂപപ്പെടും. മനസാക്ഷി നമ്മളിൽ രൂപപ്പെടുന്നതിൻ്റെ ലക്ഷ്യം തന്നെ കർമ്മഫലങ്ങൾ അനുഭവിക്കുക എന്നൊരൊറ്റ കാരണത്തിനാണ്. ഈ കർമ്മഫലങ്ങളെ അനുഭവിപ്പിക്കാൻ കാരണമാകുന്നത് മനസാക്ഷിയാണ്. ഇത് മരണശേഷമാണ് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശരീരപീഡയാണ് അനുഭവിക്കുന്നത്. ഏതൊരു വ്യക്തിയും അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ ഭൂമിയിൽ വന്ന് എങ്ങനെ ജീവിക്കണമെന്ന് പ്രപഞ്ചം നമ്മളെ പഠിപ്പിച്ചു തരും. പക്ഷേ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ആദ്യ പ്രാണനെടുക്കുന്നതോടെ നമ്മളത് മറന്നുപോകും. പിന്നീടുള്ള നമ്മളുടെ ജീവിതം നമ്മളുടെ ഭൂമിയിൽ ആര് നയിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളുടെ ജീവിതം മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് രത്നാകരൻ വാത്മീകിയായ കഥ മാത്രം എടുത്താൽ മതി. ശ്രേഷ്ഠ കുടുംബത്തിൽ ജനിച്ച രത്നാകരൻ വാത്മീകി ആയയിലേക്ക് എത്തിപ്പെട്ട ആ ഒരു കാലഘട്ടമുണ്ട്. എന്ന് രത്നാകരൻ വാത്മീകിയായി മാറിയോ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കർമ്മഫലം തീർന്നു. രത്നാകരനായി തന്നെ ജീവിച്ച് കാലകം പൂർത്തിയാക്കിയാൽ ആ വ്യക്തിക്ക് ശരീരപീഡയും അനുഭവിക്കേണ്ടി വരും, കർമ്മഫലങ്ങളും അനുഭവിക്കേണ്ടി വരും. ദിനം ദിനം ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്നതാണ് ശരീരപീഡ. ഉദാഹരണത്തിന് വിചാരിച്ചോ, ഒരാൾക്ക് ഷുഗർ മൂർധന്യാവസ്ഥയിൽ പോയി കാലുകൾ മുറിച്ചു മാറ്റി വേദനകൾ അനുഭവിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമല്ല, ശരീരപീഡയാണ്. ദിനം ദിനം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി അദ്ദേഹം വ്യായാമമില്ലാതെ ഒരു നിഷ്ഠയില്ലാത്ത ജീവിതത്തിലൂടെ പോയി ജീവിതശൈലി രോഗമായിട്ടുള്ള ഒരു രോഗം വന്ന് പിടിപെട്ട് കാലിനെ മുറിച്ചു മാറ്റി മുറിവുണങ്ങാതെ വേദനയേറിയ ജീവിതം നയിക്കുന്നു. ഇത് നമ്മളുടെ ശരീരപീഡയാണ്. മരണശേഷം ഇതിൻ്റെ ബാക്കി പത്രം നമുക്ക് അനുഭവിക്കണം. അതിന് നമ്മൾ കർമ്മഫലം എന്ന് പറയും.